Welcome back to my YouTube channel. Look at what this husband has done for me. Happy birthday to you. പോവാൻ പോകുന്നത് നമ്മുടെ ആനിവേഴ്സറിക്ക് നമ്മൾ സ്റ്റേ ചെയ്ത ഹോട്ടലിലെ ക്രൗൺ പ്ലാസ. ഗൈസ് ഹിയർസ് മൈ പെപ്സി. ഡയറ്റ് പെപ്സി ഞാൻ ചോദിച്ചായിരുന്നു. എനിക്ക് ആക്ച്വലി ഡയറ്റ് പെപ്സി ഡയറ്റ് ഇഷ്ടമാണ്. കാരണം അതിന് ഇച്ചിരി മധുരം കുറവ് ഫീൽ ചെയ്തിട്ടില്ലേ. ഡയറ്റൊന്നും ചെയ്യണോണ്ടല്ലേ, വെറുതെ ടേസ്റ്റ്. ഐസ് ഇട്ട് വന്നിട്ട് ഇന്നെ തൊണ്ടവും. ഗൈസ് ഇവിടെ എനിക്ക് അത്ര എക്സ്പെൻസീവ് ആയിട്ട് തോന്നിയിട്ടില്ല. ലൈക്ക് ഓണസ്റ്റ്ലി നമ്മൾ ലാസ്റ്റ് ടൈം കഴിച്ച വീഡിയോയിലും പിസ്സ ഒക്കെ 600 പോകത്തല്ലേ. ഇവിടെയും പിസ്സ ഒക്കെ 600 ഉള്ളൂ. ആദ്യം ഐ തിങ്ക് സീ ഫുഡ്, പിന്നെ ഈ എന്താ പോർക്ക് ബെല്ലി അങ്ങനത്തെ സംഭവം. പക്ഷെ അതും പോർക്ക് ബെല്ലി എനിക്കൊന്ന് പോക്കിൻ്റെ ഏറ്റവും ടേസ്റ്റി പോർഷൻ. ഇപ്പം നമ്മുടെ ബീഫ് റിബ്സ് ഇല്ലേ, അതാ പോക്കിനെ പറ്റി ആൾക്കാർ കുറെ പറയുന്നുണ്ട്. ക്ലീൻ ചെയ്തില്ലെങ്കിൽ ശരി. വീഡിയോ എടുക്കുന്നുണ്ട്. എനിക്ക് കാര്യം പറയാനുണ്ട് ഗായ്സ്. നമ്മുടെ പുറകേല് മറ്റേ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാപ്റ്റൻ ഉണ്ട്. ആണെന്നോട് ക്യാപ്റ്റൻ ആണ്. ഐ ഡോണ്ട് ഫോളോ, അതുകൊണ്ട് എനിക്കറിയില്ല. ലൂണ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു അവസരം. പക്ഷെ എന്നാലും ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ അവർക്ക് ഒരു പ്രൈവസി. അപ്പൊ ഞാൻ പറയാവുന്നത് അതൊന്നുമല്ല. ഭയങ്കര ഇഷ്ടമായി ഡ്രസ്. ബർത്ത്ഡേ ജസ്റ്റ് ആർ വേൾഡ്. കല്യാണം മാത്രം ഫ്ലെക്സ് ചെയ്യണം. ഇതാണ് എൻ്റെ വെഡിങ് റിംഗ്. ദിസ് ഈസ് അവർ എൻഗേജ്മെന്റ്. വേഴ്സ് യോഴ്സ്? അപ്പുറത്തിട്ടുണ്ട്. കല്യാണം മുദ്ര ഇടാറില്ല റോഹൻ അല്ലേ? ഞാൻ ആക്ച്വലി എല്ലാ ദിവസവും കല്യാണം മുദ്ര ഇടാറില്ല, കാരണം നശിപ്പിക്കണമെന്ന്. പക്ഷേ എൻഗേജ്മെന്റ് റിംഗ് ഞാൻ ഇതുവരെ ഊരിയിട്ടില്ല ഗൈസ്. ഇതാണ് നമ്മുടെ എൻഗേജ്മെന്റ് റോഹൻ. സോ റോഹൻ, താങ്ക് യു. ബെസ്റ്റ് ബർത്ത്ഡേ എവർ. ബേബിയുടെ ബർത്ത്ഡേക്ക് എനിക്ക് ബേബിനെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഉള്ളിൽ നമ്മൾ കയറി വന്ന വഴി എങ്ങനെയുണ്ട്? നല്ല രസമുണ്ട് ഗൈസ്, നല്ല രസമുണ്ട്. നമ്മൾ ബേബിന് എൻ്റെ ഒരു ബർത്ത്ഡേക്ക് ഗ്രാൻഡ് ഹാരിലൊന്നും കൊണ്ടുപോയിട്ടില്ല. ഓണസ്റ്റ്ലി ദിസ് പ്ലേസ് ഇച്ചിരി വിഷമമുണ്ട്. എനിക്കിഷ്ടമല്ലേ. ഞാൻ ആക്ച്വലി ആദ്യം ഔട്ട്ഡോർ എന്ന് പറഞ്ഞപ്പോൾ ദൈവം ചൂടായിരിക്കും എന്ന് ചോദിച്ചാൽ ഇവിടെ ഒരു കാറ്റുണ്ട്. എനിക്ക് എന്നാൽ ഒരു ടോപ്പ് ഫ്ലോർ ആയതുകൊണ്ട് കൊതുകുണ്ടാവാൻ ചാൻസ് ഉണ്ട്. എനിക്കിഷ്ടമാണ്. സോ ഫൈനലി നമ്മുടെ ഫുഡ് വന്നു. സോ ഇവിടെ ലൈവായിട്ടാണ് എല്ലാം ഉണ്ടാക്കുന്നത്. സോ ലൈക്ക് മെയ്ഡ് ടു ഓർഡർ. അപ്പോൾ സമയം എടുക്കും. അപ്പോൾ നമ്മൾ വന്നിട്ട് നമ്മുടെ ബ്രിസ്കെറ്റ ഓർ ബ്രുഷെറ്റ വന്നിട്ടുണ്ട്. ഇറ്റ്സ് ആക്ച്വലി ബീഫ്. സോ ഇത് പ്രോപ്പർ. We take a picture first before I eat this up. So the proper Italian meal, you just eat it like this. ഇങ്ങനെയാണ് ഇറ്റാലിയൻസ് ചെയ്യുന്നത്. മൊത്തം ഹൈലൈറ്റ് എടുക്കുന്നില്ല. ഐ ടേക്ക് ജസ്റ്റ് one. ടേസ്റ്റ് ഉണ്ടാവും. So good. അടിപൊളി. Try. Guys, ഒന്നും പറയണ്ട. ഗൈസ് ഇൻ ബിറ്റ്വീൻ വീഡിയോ നമ്മുടെ പിസ്സയും വന്നു. ഈ സെയിം പിസ്സ തന്നെയാണ് നമ്മൾ താഴെ കഴിച്ചത്. ഹോളിഡേയിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ അവിടെ ഒരു ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റ് ഉണ്ട്. അവിടുത്തെ ബീഫ് പിസ്സ ഇത് എനിക്ക് തോന്നുന്നു നമ്മൾ ഇവിടുത്തെ താഴെ കഴിച്ചില്ല. പക്ഷേ എനിക്കുള്ള 600 സംതിങ്ങിന്. ഐ തിങ്ക് ദിസ് ഈസ് സോ ഗുഡ്. കാരണം ഇത് ബീഫാണ്, പക്ഷെ ഭയങ്കര കുക്ക്ഡാണ്. ഇതുണ്ടോ എൻ്റെ ചിക്കൻ. സോ എനിക്ക് തോന്നുന്നു കമ്പയർ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, പക്ഷേ അടിപൊളിയാണ്. ടൊമാറ്റോ ബീഫാണ് ടേസ്റ്റ്. ചൂടാണ്. ചീസ് പുള്ളൊക്കെ ഉണ്ട്. ഗുഡ്. ക്രസ്റ്റ് എങ്ങനെയുണ്ട്? അടിപൊളി ക്രസ്റ്റ്. എവിടെ കാണിച്ചു? പക്ഷേ
എന്തൊക്കെ പറഞ്ഞാലും ദിസ് ബ്രിസ്കറ്റ് അയ്യോ ദിസ് വോൺ അവർ ഹാർട്ട്. അടിപൊളി ഇഷ്ടപ്പെട്ടോ? ഇനി ഒരു സാധനം കൂടി വരാനല്ലേ, അത് സ്റ്റേക്ക് ആവണം, നാളെ അത് ബേക്കണം. എല്ലാം ട്രൈ ചെയ്തില്ലേ? ബേക്കൺ ചിക്കൻ ആൻഡ് ബീഫ് സോ ഗുഡ്. നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ. ഈ പൈസ ഭയങ്കര കുറവാണ് അല്ലേ? ഗൈസ് ഇത് മൊത്തം നമ്മൾ എങ്ങനെ തിന്നു പുതിയ സാധനം വന്നിട്ടുണ്ട്. പക്ഷെ നല്ല വലുതല്ലേ, സ്ലൈഡർ ആണെങ്കിൽ അത്യാവശ്യം കാണില്ലേ. എന്റെ ഫേവറേറ്റ് ഇതാട്ടോ. ഇതെന്ത് ടേസ്റ്റ് വേണോ ഒരു പ്ലേറ്റ് കൂടെ? ഇതെന്തോ ബീഫ് സോക്ക് ചെയ്ത് വെച്ചൊരു അല്ലെ ബിന്ദാലുവൊക്കെ പോലെ ഭയങ്കര ഇഷ്ടമായി. ഇനി ഇത് കഴിഞ്ഞിട്ട് പയ്യെ ട്രൈ ചെയ്യാം. സോ നമ്മുടെ ഫൈനൽ കണ്ടസ്റ്റന്റ് ഇസ് ഹിയർ. ഐ ഓൾറെഡി കൈൻഡ് ഓഫ് ഫീൽ സോ കഴിക്കാതെ കഴിക്കാം അല്ലേ? ഓക്കെ ഇറ്റ്സ് ഗോയിങ് ടു ബി അമേസിംഗ്. കെച്ചപ്പ് എടുക്കണം. കഴിച്ചോ? ഫസ്റ്റ് കെച്ചപ്പ് ഇല്ലാണ്ടൊരു ബൈറ്റ്. So good. ടേസ്റ്റ് ഉണ്ടോ? കഴിച്ചോ ക്രിസ്പി ബേക്കൺ. ഈ സോസിൽ ഡിപ്പ് ചെയ്തിട്ട് കഴിച്ചോ? സോസിൽ ഡിപ്പ് ചെയ്തിട്ട് എല്ലാം ഒന്നും മെച്ചം. പക്ഷെ എന്നാലും ഇപ്പോഴും എൻ്റെ ഫേവറേറ്റ് വാസ് ദാറ്റ് ബ്രിസ്കറ്റ്. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് അല്ലേ? വായുന്ന ടേസ്റ്റ് തോന്നില്ല. സോസ് ആക്ച്വലി better with sauce. കൊള്ളാമോ? എല്ലാം holds together. നോക്കിയേ so good. Best birthday. Thank you. Guys, അങ്ങനെ ഫൈനലി നമ്മളെല്ലാ ഫുഡും കഷ്ടപ്പെട്ട് കഴിക്കില്ലേ, പക്ഷെ അടിപൊളിയായിരുന്നു. ഏറ്റവും ബെസ്റ്റ് വാസ് ദ ബ്രിസ്കറ്റ്. അടിപൊളി സാധനമായിരുന്നു. ബർഗർ വാസ് ഓക്കെ. ബർഗർ ആയിരുന്നു ഏറ്റവും എക്സ്പെൻസീവ്. 800+ എന്തായാലും ആ സ്ലൈഡേഴ്സ്. പിസ്സ വാസ് ഓൾസോ ആക്ച്വലി വെരി ഗുഡ്. പിസ്സക്ക് അത്ര പോലും ആയാലും ഒരു 600 റേഞ്ച് ആയിരുന്നു. പിന്നെ നമ്മൾ താഴത്തെ ഇവിടെ ഒരു കേക്ക് ഷോപ്പ് ഉണ്ട്, അത് പക്ഷേ ക്ലോസ് ചെയ്തു. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് തന്നെ ഒരു സ്മോൾ കേക്ക് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇപ്പം ഇച്ചിരി ക്രൗഡായി. എനിക്ക് തോന്നുന്നു താഴെ എന്തോ ഡിന്നർ പാർട്ടി ഇറക്കുന്നുണ്ട്. സോ ആൽക്കഹോൾ ഒക്കെ ഉള്ളതുകൊണ്ട് പിള്ളേരൊക്കെ വന്നിട്ടുണ്ട്. സോ ഇപ്പം ഇച്ചിരി ക്രൗഡായപ്പോൾ ഇച്ചിരി ചൂടെടുക്കാൻ തുടങ്ങി അല്ലേ? Oh my god. Guys, look at this. In the first time I'm having something like this. This is vanilla sauce. നല്ല ചൂടുള്ള സാധനം. Happy birthday to you. Happy birthday to you. Thank you. Happy birthday dear wife. I'm so excited. Happy birthday. Wow. Oh, this is so good. മധുരം കഴിക്കാനാണ് ഏറ്റവും ഇഷ്ടം. എന്താ ഇത്? എങ്ങനെയുണ്ട്? വെരി ചോക്ലേറ്റി. ഇത് എന്താണ് ആൽമണ്ട് കേക്ക് എന്ന് പറഞ്ഞ, പക്ഷേ ദിസ് ഇസ് ജസ്റ്റ് ചോക്ലേറ്റ്. സൂപ്പർ. ബെസ്റ്റ് ബർത്ത്ഡേ എവർ. How's it? So good, right? Rich chocolate. Guys. Oh, ഈ കേക്ക് അടിപൊളി കേക്ക്. ലൈക്ക് വാവ്. ഒരു ബ്രൗണിയുടെ ഒരു ബ്രൗണി പോലെ ഉണ്ടായിരുന്നല്ലേ. പിന്നെ ഒരു വാനില സോസ്. അടിപൊളി ടേസ്റ്റ്. ഡാർക്ക് ചോക്ലേറ്റ് അടിപൊളി അല്ലേ? എന്തായാലും വയറ് നിറഞ്ഞൊരു പരിവായിട്ടുണ്ട്. എന്തായാലും എനിക്ക് ബർത്ത്ഡേ ഭയങ്കര ഇഷ്ടമായി. താങ്ക് യു ബേബി. നമ്മൾ കാറ് ഇപ്പോൾ ഇവിടെ നിന്ന് പോകും. ബിക്കോസ് നമ്മൾ വന്നപ്പോൾ അധികം ആൾക്കാരുണ്ടെങ്കിൽ ഇപ്പം നല്ല ക്രൗഡായിരുന്നു. നോക്കിയേ എന്ത് ഭംഗിയല്ലേ. ആൻഡ് മൈ മാൻ
Oh, you look so good, honey. Hi guys. Hi guys. So it was such a nice dinner. Thanks to my husband. പക്ഷെ ഞാൻ പേ ചെയ്യും. അയ്യേ അങ്ങനെ വേണ്ട. You bought me so many things already. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ബർത്ത്ഡേയിൽ വെയിൻ ചെയ്ത ഡെക്കറേഷൻസ് ആണ്. വെയിൻ ചെയ്തത് ഗിഫ്റ്റ് എല്ലാമാണ്. പക്ഷെ therefore you put in yesterday. It's a lot to me. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ നമ്മൾ സ്വിഗ്ഗി വെച്ചാൽ പേ ചെയ്തത്. നമ്മൾ ആദ്യം അവിടെ കാസിനോ പോയപ്പോൾ അവിടുത്തെ സ്റ്റാഫ് നമുക്ക് ഈ സ്വിഗ്ഗി ഡൈനൗട്ടിൻ്റെ കാര്യം പറയുന്നത്. നമ്മൾ ലാസ്റ്റ് ടൈം ഇവിടെ വന്നപ്പോൾ ഞാൻ പക്ഷേ ട്രൈ ചെയ്തില്ലായിരുന്നു. പിന്നെ നമ്മുടെ വലിയൊരു 3000 എബോ ആയപ്പോൾ ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്തതാണ്. ആൻഡ് വി ഹാഡ് 50% ഡിസ്കൗണ്ട് എന്ന് നല്ലതല്ലേ. അപ്പോൾ നിങ്ങളും എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ജസ്റ്റ് പേ വിത്ത് ദാറ്റ്. നമുക്ക് നഷ്ടമൊന്നുമില്ല, സ്വിഗ്ഗിയാണ് പേ ചെയ്യുന്നത്. ഇവർക്ക് നഷ്ടമില്ല. സോ തേർഡ് പാർട്ടി പോലെ എന്തോ അല്ലേ. സോ ഗുഡ്. ഐ എം സോ ഫുൾ. ഡെസേർട്ട് നല്ലതായിരുന്നല്ലേ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മറ്റേ ബ്രിസ്കെറ്റ. നിങ്ങൾ എന്തായാലും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ബ്രിസ്കെറ്റ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യുക. പിസ്സ വാസ് ഓൾസോ നൈസ്. പിന്നെ ആ ഒരു ഡെസേർട്ട് ബർഗർ സ്ലൈഡേഴ്സ് ഓക്കെ. Guys, so our dinner is done. It was really good. അല്ലേ? എനിക്ക് ഈ സ്ഥലം നമ്മളിപ്പോൾ നടക്കുമ്പോൾ എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? യെസ്, നമ്മുടെ ആനിവേഴ്സറി. ഗായ്സ്, ബാക്കിൽ നമ്മുടെ ക്രിസ്മസ് ഡെക്കോറൊക്കെ ഉണ്ട്. പിന്നെ ഇവിടുത്തെ ആ കേക്ക് ഷോപ്പ് ക്ലോസ് ചെയ്തു. പിന്നെ ഇവിടെ മൊത്തം ഈവയിലെ ആൾക്കാരാണ്. അവർക്കൊരു ഡിന്നർ എന്തോ ഇവിടെ നടക്കണ. സോ വയറ് ഫുള്ളായോ? എങ്ങനെയുണ്ട്? എനിക്ക് വയറ് ഫുള്ളായോ? അയ്യോ, ഞാൻ കിടപ്പായി ഗായ്സ്. അത്രയും നിറഞ്ഞു. ഗായ്സ്, നമ്മളിത് പുറത്ത് വന്നു. വി ആർ വെയിറ്റിംഗ് ഫോർ ആ കാർ. ഇവിടെ അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഓ, ക്രിസ്മസ് ട്രീ നോക്കട്ടെ. നമ്മുടെ കാർക്ക് വരില്ലേ? വേണ്ട ബേബി, എനിക്ക് അടിപൊളി ഫോട്ടോസ് ഓൾറെഡി കുറേ എടുക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമല്ലേ ഇത് ഡെക്കറേഷൻ. നല്ല രസമില്ലേ? ഇനിയിപ്പോൾ വലിയ പരിപാടിയില്ല. നാളെ നമുക്ക് ഫാമിലി ആയിട്ടൊരു ഡിന്നർ കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ബർത്ത്ഡേ വ്ളോഗ് അവസാനിച്ചു ഗായ്സ്. ഹാപ്പി 25 ടു us. ഹാപ്പി 25. ബൈ ബൈ, ഗുഡ് നൈറ്റ്. നെക്സ്റ്റ് ഡേ ഞാൻ പറഞ്ഞില്ല നമ്മുടെ നെയ്ബറിൻ്റെ കല്യാണം ഉണ്ടെന്ന്. പിന്നെ നമ്മുടെ കസിൻ ആൻഡ്രിയ നമുക്ക് ബർത്ത്ഡേ ലഞ്ചിന് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അതൊക്കെ കഴിഞ്ഞിട്ട് രാത്രിയാണ് നമ്മൾ ഫാമിലി ഡിന്നർ പ്ലാൻ ചെയ്തേക്കുന്നത്. ഇതിപ്പോൾ സത്യം പറഞ്ഞാൽ ബർത്ത്ഡേ പറഞ്ഞിട്ടൊരു ബർത്ത്ഡേ വീക്കെൻഡ് വ്ളോഗാകും. നമ്മളിതേ കല്യാണ പരിപാടിയിൽ നിന്ന് ഇറങ്ങി അവരെയൊക്കെ കണ്ടു. സോ ഇപ്പം നമ്മൾ ആൻഡ്രിയയുടെ വീട്ടിലോട്ട് പോകണയാ. ബേബി വന്നട്ടാ. Everyone, I'm so sorry. ഇന്നലെ ആക്ച്വലി ഞാൻ പിന്നെ വ്ളോഗേ ചെയ്തില്ല. ടുഡേ ഇസ് ദ നെക്സ്റ്റ് ഡേ വിച്ച് ഇസ് സൺഡേ. ഇന്നലെ രാത്രി നമ്മൾ ഡിന്നറിന് പോവാന്ന് വിചാരിച്ചത്. പക്ഷെ ആക്ച്വലി രാത്രി ആയപ്പോഴേക്കും എല്ലാവരും ടയർഡായി. മമ്മിക്ക് അച്ഛനാണെങ്കിൽ നമ്മുടെ ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ തന്നെയല്ലേ, അപ്പോൾ അവർക്ക് അതിന്റെ മീറ്റിങ്ങും കാര്യങ്ങളുണ്ടായിരുന്നു. ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ഇനിയിപ്പോൾ സൺഡേയിലോട്ട് പോസ്റ്റ്പോൺ ചെയ്യാമെന്ന്. അപ്പോൾ നമ്മളിതേ പള്ളിയിലൊക്കെ പോയി ഇതേ മമ്മിയുടെ അച്ഛൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ വന്ന് അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. യെസ്റ്റർഡേ വാസ് ആക്ച്വലി സോ ഫൺ. താങ്ക് യു സോ മച്ച് ആൻഡ്രിയ ആൻഡ് ഹാപ്പി ബർത്ത്ഡേ. യു ഹോസ്റ്റഡ് us so well. We all had so much fun that I literally couldn't even vlog because we were in the moment and enjoy. Also thanks to everyone. എന്നെ വിഷ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. ഞാൻ വിചാരിക്കാത്ത കുറേ പേരൊക്കെ എന്നെ വിഷ് ചെയ്തു. I was like super happy. എൻ്റെ ഫാമിലി ഓഫ് കോഴ്സ്, അച്ഛൻ്റെ ഫാമിലി, എൻ്റെ കസിൻസ്, അച്ഛൻ്റെ കസിൻസ്, റോഹൻസ് ഫാമിലി, everyone, and you guys also wished me. എനിക്ക് ആക്ച്വലി പേരെടുത്ത് പറയണമെന്നുണ്ട്. Hope you guys don't get bored. So especially you guys, Hafiz, Sachin, thank you so much. Your birthday wish made me so happy. And Krishna aka Vaishtarex, thank you so much dear. I love you. നിങ്ങൾ ചിലപ്പോൾ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടായിരിക്കും അറിയണം എൻ്റെ ബർത്ത്ഡേ. അതെന്തായാലും താങ്ക് യു ഇൻ അഡ്വാൻസ്. അത് മാത്രമല്ല എൻ്റെ ബർത്ത്ഡേയുടെ സെയിം ഡേ തന്നെയാണ് അച്ചു ചേച്ചിയുടെയും നമ്മുടെ അച്ഛൻ്റെ അനിയത്തി ആഗ്നയുടെ ഒക്കെ ബർത്ത്ഡേ. ആൻഡ്
I hope you guys had fun. My favorite. Happy Hi. birthday. കഴിഞ്ഞു. It's over now. I loved it so much because of you. കാരണം ബേബി ഇപ്രാവശ്യം ഇട്ട എഫേർട്ട് വാസ് ലൈക്ക് ഇൻസെയിൻ. ഇതിന് മുന്നേ ബേബി എനിക്ക് സർപ്രൈസ് തന്നിട്ടുണ്ടെങ്കിൽ ആരുടെയെങ്കിലും ഒക്കെ ഹെൽപ്പ് എങ്കിലും ഉണ്ടാവും. ഇപ്രാവശ്യം ഹി ഡിഡ് എവറിത്തിങ് ഓൺ ഹിസ് ഓൺ. താങ്ക് യു ബേബി. ഐ ലവ് യു. അങ്ങനെ ഇതോടെ നമ്മുടെ ബർത്ത്ഡേ വ്ളോഗ് തീരുകയാണ്. ഇതൊരു ബർത്ത്ഡേ വീക്കെൻഡ് ഒക്കെ ആയിപ്പോയി അല്ലേ? 2-3 ദിവസം നീണ്ടു നിൽക്കുന്ന വ്ളോഗ്. എനിവേസ് ഐ ഹാഡ് സോ മച്ച് ഫൺ. ഓൾസോ റോഹൻസ് ഫ്രണ്ട്സ് ആൻഡ് റോഹൻസ് കൊളീഗ്സ് വെർ ടു നൈസ്. അവര് ചെയ്തത്. താങ്ക് യു സോ മച്ച്. കഴിക്കാനായിട്ട് നമ്മുടെ പുതിയ വൈപ്പിനിലുള്ള അൽസാജിലാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ലീ മാരിടൈം ഹോട്ടലിന്റെ ഫ്രണ്ടിലായിട്ട് വന്നെ നല്ല സീ ഫുഡ് കിട്ടും. കാരണം വൈപ്പിൻ ഇസ് ഫേമസ് ഫോർ ദ സീ ഫുഡ്, റൈറ്റ്? സോ ഫ്രഷ് സീ ഫുഡ് കിട്ടും. സോ ലെറ്റ്സ് ഗോ. ഇവിടെ പാർക്ക് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ് ബിക്കോസ് ഭയങ്കര തിരക്കതൊക്കെ. ഇത് പുറത്ത് ഇത്രയും കാറുണ്ട്, അകത്ത് അവരുടെ പാർക്കിംഗ് ഈസ് ഓൾസോ ഫുൾ. ബട്ട് എനിവേസ് നമ്മൾ വന്നതുകൊണ്ട് നമ്മൾ എന്തായാലും കയറിയിട്ടേ പോവുള്ളൂ. വാട്ട് ഈസ് യുവർ അഭിപ്രായം? നല്ല തിരക്ക്, പക്ഷെ നല്ല വലിയ പ്ലേസ് ആട്ടോ. മമ്മി അച്ഛനും ഓൾറെഡി മേളിൽ പോയി സീറ്റ് പിടിച്ചിട്ടുണ്ട്. സോ ലെറ്റ്സ് ഗോ അപ്സ്റ്റേഴ്സ്. നല്ല സീറ്റിംഗ് ഉണ്ട് കേട്ടോ. നമ്മൾ എന്തായാലും മേളിലോട്ടാ പോകുന്നത്. നമ്മൾ വെയിറ്റിംഗിലാണ്. അത്ര തിരക്കാണ്, നല്ല തിരക്കാണ്. നോക്കട്ടെ, നമുക്കൊരു സീറ്റ് കിട്ടിയെന്ന് തോന്നുന്നു. കുറേ ഫുഡ് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. സീ ഫുഡ്, ചൈനീസ്, നാടൻ. ഗായ്സ് ഭയങ്കര തിരക്കാണെന്ന് പറഞ്ഞാൽ നല്ല തിരക്കുണ്ട്. ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് സ്പേസ് ഉണ്ട്. പിന്നെ ഇച്ചിരി എനിക്ക് തോന്നുന്നു ആൾക്കാർ വന്നും പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ക്ലീൻ അല്ലാന്ന് എനിക്ക് ഫീൽ ചെയ്തു. അതർ ദാൻ ദാറ്റ് ഇറ്റ്സ് എ വെരി ബിഗ് പ്ലേസ്. പിന്നെ ഇവരുടെ ആലുവയിൽ ഞങ്ങൾ പോയിട്ടുണ്ട്. അവിടെ എനിക്കും ഞങ്ങളുടെ വീട്ടുകാർക്കൊക്കെ ഫുഡ് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇവരെ ഇവിടെ കൊണ്ടുവരാമെന്ന് വിചാരിച്ചത്. കാരണം ഭയങ്കര ഫാൻസി പ്ലേസിലൊക്കെ പോയാൽ പിസ്സ ഇതൊന്നും വീട്ടുകാർക്ക് ഇഷ്ടമാവില്ല. എനിക്ക് കുഴപ്പമില്ല, എനിക്കത് ഇഷ്ടമാണ്. എനിക്ക് ആക്ച്വലി നാടൻ ഫുഡിനേക്കാളും അത് ഇഷ്ടം. ഇപ്പം നമ്മൾ കുറച്ച് സാധനങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കുറേ സാധനങ്ങളൊക്കെ തീർന്നു. പാൽക്കപ്പ ആൻഡ് ബീഫ് ഫ്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ബീഫ് ഫ്രൈ മാത്രം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാക്കി പിന്നെ ഞാൻ ഡ്രാഗൺ ചിക്കൻ ആട്ടോ പറഞ്ഞത്. ഞാൻ ഇവരുടെ ആലുവയിൽ പോയപ്പോഴും ഞാൻ ചൈനീസ് കഴിച്ചു. എനിക്ക് ആക്ച്വലി ചൈനീസ് ഒക്കെ ഇഷ്ടമായിരുന്നു. സോ ഇനി നമുക്ക് ഫുഡ് വരും. ഹായ്, സോ ക്യൂട്ട് അമ്മ. ഇതാണ് ബീഫ് ഫ്രൈ, നമ്മുടെ ഡ്രാഗൺ ചിക്കൻ. പൂളോടെ നല്ല ക്വാണ്ടിറ്റിയാണ്. പിന്നെ നൂൽ പൊറോട്ട വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മിനി സീ ഫുഡ് പ്ലാറ്റർ. സ്ക്വിഡ് ഉണ്ട്, പ്രോൺസ് ഉണ്ട്, ഫിഷ് കറി ഉണ്ട്, ഫിഷ് ഫ്രൈ ഉണ്ട്, നെയ്മീനാണ്. കൊള്ളാല്ലേ? ഇതിന് ആക്ച്വലി 500 റുപ്പീസ് ഉള്ളൂ. 500 ഫുഡ് ഒരു രക്ഷയില്ല. എല്ലാം പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. സീ ഫുഡ് കൊള്ളാം, ചൈനീസ് കൊള്ളാം, എല്ലാം. സാധാരണ ചില സ്ഥലത്ത് ചൈനീസ് ആണ് മെയിനെങ്കിൽ ബാക്കി ഫുഡൊന്നും അത്ര പോലും. ഇത് എല്ലാ ഫുഡും സീ ഫുഡൊക്കെ വേറെ ലെവൽ ടേസ്റ്റ്. എനിക്ക് ആക്ച്വലി സീ ഫുഡ് അലർജിയാണ്, പക്ഷെ ഞാൻ കഴിച്ചു കാരണം അത്ര ടേസ്റ്റ് ഉണ്ട്. ഫുഡൊക്കെ ഇങ്ങനെയായി. നമ്മളെല്ലാം കാലിയാക്കി. അത്രയും ടേസ്റ്റി ആയിരുന്നു. നമ്മൾ ഫുഡ് കഴിച്ച് ഇറങ്ങി ഇതേ മഴ പെയ്യാൻ പോകുന്നുണ്ട്. ഗൈസ് സാധാരണ എല്ലായിടത്തും പോയി ഞാൻ ഫുഡിന്റെ വില കണ്ടിട്ടാണ് സാധാരണ ബില്ല് കാണുമ്പോൾ ഞെട്ടായത്. ഇത്ര വിലക്കുറവ്. നമ്മൾ ഇത്രയും ഫുഡ് കഴിച്ചു. നമ്മളുടെ ഒരു സീ ഫുഡ് പ്ലാറ്റർ കഴിച്ചു, ഒരു ഡ്രാഗൺ ചിക്കൻ കഴിച്ചു, ബീഫ് റിബ് കഴിച്ചു, പിന്നെ ഒരു 10 നൂൽ പൊറോട്ടയും പിന്നെ ചായ കഴിച്ചു. എല്ലാം കൂടി 1500 ആയിട്ടുള്ളൂ ഞങ്ങൾക്ക് 5 പേർക്ക്. വെരി നൈസ് പ്രൈസ്. എല്ലാത്തിനും നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. എനിവേസ് ലെറ്റ്സ് ഗോ ഹോം. ഹായ് മമ്മ. ഓഫ് ഗൈസ്, ഞാൻ മാത്രമേ പോട്ടെ. നമ്മളിതേ കറക്റ്റ് ലാസ്റ്റ് ചെങ്കാറിൻ്റെ സമയത്തിലാണ് വന്നേ. കുറച്ച് നേരമായി വെയിറ്റ് ചെയ്യണം, ഇതുവരെ വന്നിട്ടില്ല. മമ്മിമാരൊക്കെ ദേ നടന്ന് അവിടെ എത്തി. കാറ് ദേ അവിടെയാണ് കിടക്കണേ. ആ വരുന്നതാണ് ലാസ്റ്റ് റോ.
ഹോപ്പ്ഫുള്ളി നമ്മുടെ കാർ അതിൽ കയറും. അല്ലെങ്കിൽ ഇനിയിപ്പോൾ നമ്മൾ കറങ്ങി പോകണം. ഇതാണെങ്കിൽ ജസ്റ്റ് 5 മിനിറ്റ്സ് അല്ല, അതിൽ കൂടുതലെടുക്കും. ബട്ട് ഇറ്റ്സ് വെരി കൺവീനിയൻറ്റ്. അതും കുറച്ച് പൈസയല്ലേ ഉള്ളൂ, 3 രൂപ 6 രൂപ. ആൾക്കാർക്ക് 6 രൂപ, 3 രൂപ, ഒരാൾക്ക് 3 രൂപ, ബൈക്കിന് 10, കാറിന് എത്രയാണ് റോറോല് 50 രൂപ. 50 രൂപക്ക് നമുക്ക് ഇവിടെ നിന്ന് ക്രോസ് ചെയ്യാം. ഹൗ കൺവീനിയൻറ്റ് ആൻഡ് ഈസി ആൻഡ് ചീപ്പ്. We made it, guys. We made it. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. I'm gonna miss these lights. Definitely. Permanent ആയിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയത്. സോ നമ്മൾ വീട്ടിലെത്തി. How was my birthday? ഞാൻ പറയുകയാണെങ്കിൽ it was the best of the best. Thank you baby. I love you. ഇനിയിപ്പോൾ ഞാൻ എന്തായാലും വീഡിയോ എൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ബിക്കോസ് ഇതിപ്പോൾ തന്നെ ഒരു വലിയ വീഡിയോ ആയിട്ടുണ്ടാവും. എനിവേസ്, താങ്ക്സ് ടു ഓൾ ഓഫ് യു ഗൈസ് ഹൂ മെയ്ഡ് മൈ ഡേ. ഈവൻ ഇഫ് യു ഡിഡ്ന്റ്, ജസ്റ്റ് താങ്ക് യു. സോ ലോട്ട്സ് ഓഫ് ലവ് ടു ഓൾ ഓഫ് യു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ആണോ എന്നത്. സോ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മാത്രം. സോ ബൈ.